കേന്ദ്ര സർക്കാർ ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ച ഇക്കണോമിക് സർവേ കേരളത്തെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു? നീതി ആയോഗ് തയ്യാറാക്കിയ ആ റിപ്പോർട്ടിൽ കേരളത്തെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങളുണ്ട്. അതോടൊപ്പം സാമ്പത്തിക സ്ഥിരതയില്ലായ്മയെക്കുറിച്ചുള്ള വിവരങ്ങളുമുണ്ട്. 142.5 കോടി പൗരന്മാരുള്ള ഇന്ത്യയിൽ വെറും 3.5 കോടി മാത്രമാണ് കേരളത്തിൽ. 139 കോടി ജനങ്ങളുള്ളത് സഹോദര സംസ്ഥാനങ്ങളിലാണ്. ആ സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയാക്കാവുന്ന 8 കാര്യങ്ങൾ കേരളത്തെക്കുറിച്ച് സാമ്പത്തിക സർവേ പറയുന്നുണ്ട്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. അതോടൊപ്പം കേരളം എങ്ങനെ കടബാധ്യതയുള്ള സംസ്ഥാനമായി എന്നും സർവേയിൽ നിന്നും കണ്ടെത്താം. വ്യവസായവൽക്കരണത്തിൽ പിന്നിലാണെങ്കിലും റിയൽ എസ്റ്റേറ്റ് മേഖലയും സർവീസ് രംഗവുമാണ് കേരളത്തെ മികച്ച നിലയിൽ എത്തിച്ചത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. കേരളം തല ഉയർത്തിയ സാമ്പത്തിക സർവേ. ഇന്ത്യയിൽ ഇപ്പോഴും വെളിയിട വിസർജനം നടത്തേണ്ടി വരുന്നവരുള്ള നിരവധി സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങൾ മാതൃകയാക്കേണ്ടത് കേരളത്തെയും മധ്യപ്രദേശിനെയുമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇക്കണോമിക് സർവേ വിഷയങ്ങളിലേക്ക് കടക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രാദേശിക തലത്തിലെ ഇടപെടലുകളിൽ മാതൃകയാക്കേണ്ട ആദ്യ സംസ്ഥാനം കേരളമാണെന്നും പറയുകയാണ് ഈ സർവേ. ഇത് മാത്രമല്ല, കേരളത്തിലെ വ്യവസായ ഭൂപടം എങ്ങനെയാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഈ രേഖകൾ. ഏറ്റവും കുറവ് വ്യവസായവൽക്കരിക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം. എന്നാൽ നിർമ്മാണ രംഗത്ത് ഏറ്റവും മികച്ച പ്രകടനം കേരളം കാഴ്ചവെക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ മികവാണ് കേരളത്തിന്റെ വ്യവസായ മേഖലയെ പിടിച്ചു നിർത്തുന്നത്. വ്യവസായ ഉൽപാദനത്തിൽ പകുതിയും കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നാണ്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 2% മാത്രമാണ് കേരളത്തിൽ. എന്നാൽ സേവന മേഖല ഏറ്റവും മികവോടെ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളുടെ മുൻനിരയിൽ കേരളവുമുണ്ട്. സംസ്ഥാനത്തിന്റെ മൊത്തം ഉൽപാദനത്തിന്റെ 6%-ഓളം സർവീസ് മേഖലയിൽ നിന്നാണ്. ആന്ധ്രാപ്രദേശും മധ്യപ്രദേശും പഞ്ചാബും രാജസ്ഥാനും ഉത്തർപ്രദേശും എല്ലാം ഇക്കാര്യത്തിൽ കേരളത്തെക്കാൾ വളരെ പിന്നിലാണ്. തെക്കേ സംസ്ഥാനമായ തെലുങ്കാനയ്ക്കൊപ്പം തന്നെ കേരളവുമുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കേരളത്തിലെ IT അധിഷ്ഠിത വ്യവസായങ്ങളാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്ക്, കൊച്ചിയിലെ ഇൻഫോ പാർക്ക് എന്നിവയുമുണ്ട് ഈ നേട്ടത്തെ സഹായിച്ച്. ഇക്കാര്യത്തിൽ 22 സംസ്ഥാനങ്ങൾ കേരളത്തിന് പിന്നിലാണ് എന്നറിയുമ്പോഴാണ് നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട് എന്ന് മനസ്സിലാവുക. വ്യാപാരത്തിന് പുറമെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് സർവീസുകളുടെ കാര്യത്തിലും കേരളം ഏറെ മുന്നിലാണ്. ടൂറിസം രംഗത്ത് പതിറ്റാണ്ടുകളായുള്ള മുൻതൂക്കമാണ് കേരളത്തെ ഈ മികച്ച നിലയിൽ എത്തിച്ചിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് കേരളത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് സാമ്പത്തിക സർവേയിൽ. വിശാല സംസ്ഥാനമായ തമിഴ്നാടിന് പോലും മുകളിലാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കേരളത്തിന്റെ സ്ഥാനം. കേരളത്തിനൊപ്പം തന്നെ ഹരിയാനയുമുണ്ട്. മുകളിൽ മഹാരാഷ്ട്രയും തെലുങ്കാനയും മാത്രം. സംസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പൊതുസങ്കല്പത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ് ഈ വിവരം. മുംബൈ ഉൾപ്പെടുന്ന സംസ്ഥാനമായതിനാൽ മഹാരാഷ്ട്ര റിയൽ എസ്റ്റേറ്റിൽ മുൻനിരയിലാണ്. രാജ്യത്തെ ആഡംബര കെട്ടിടങ്ങളെല്ലാം ഉയരുന്നത് മുംബൈയിലാണ്. തെലങ്കാന മുന്നിലെത്തുന്നത് ടെക്നോ സിറ്റിയായ ഹൈദരാബാദിന്റെ മികവിലാണ്. കേരളത്തിൽ ഇൻഫോ ടെക്നോ പാർക്കുകളെക്കാൾ ഗുണപരമാകുന്നത് മറ്റൊരു ഘടകം കൂടിയാണ്. റിയൽ എസ്റ്റേറ്റിൽ പണമിറക്കുന്ന പ്രവാസികൾ. ഗൾഫ് പ്രവാസികൾ മാത്രമല്ല, യൂറോപ്പിലുള്ളവരും നാട്ടിൽ ഭേദപ്പെട്ട കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന വർഷങ്ങളാണ്. എല്ലാവരും പക്ക വീടുകളിലേക്ക് മാറുന്ന കാലഘട്ടവുമാണ്. വൻകിട കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ സാമ്പത്തിക മാന്ദ്യം പിടിമുറുക്കുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വീട് വയ്ക്കുകയും പൊളിച്ചു പണിയുകയും ചെയ്യുന്നവരുടെ എണ്ണം 10 മടങ്ങ് കൂടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ കാർഷിക ഭൂമികൾ ഉപയോഗപ്പെടുത്താൻ കേരള മാതൃക പ്രയോജനപ്പെടുത്തണമെന്നാണ് സർവേ പറയുന്നത്. കേരളം കാർഷിക സംസ്ഥാനമേ അല്ലെങ്കിലും ഇവിടുത്തെ സ്വാശ്രയ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക സർവേയിൽ എടുത്തു പറയുന്നത്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്വാശ്രയ സംഘങ്ങൾക്ക് 3 വർഷത്തിലധിക കാലത്തേക്കുള്ള പാട്ടത്തിന് ഭൂമി നൽകുന്ന രീതിയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 1872 കരാർ വ്യവസ്ഥ അനുസരിച്ചാണ് കേരളം കാർഷിക ഭൂമി കൈമാറുന്നത്. ഇതിലൂടെ ഭൂ ഉടമയ്ക്ക് പാട്ടത്തുകയോ ഉൽപ്പന്നത്തിന്റെ വിഹിതമോ ലഭിക്കുന്നുണ്ട്. ഈ ഇടപാടിൽ പഞ്ചായത്ത് കൂടി ഒരു കക്ഷിയാകുന്നതിനാൽ തന്നെ സ്വാശ്രയ സംഘങ്ങൾക്ക് വിള ഇൻഷുറൻസും ലഭിക്കുന്നു. 3 മുതൽ 5 വർഷത്തേക്കായതിനാൽ ഹോർട്ടിക്കൾച്ചർ മേഖലയ്ക്ക് ഏറെ അനുയോജ്യമാണ്. പാവപ്പെട്ടവർക്ക് കൃഷിഭൂമിയിൽ പങ്കാളിത്തം ഉണ്ടാകാനും ഇത് വഴിതെളിക്കുന്നുണ്ട്.
സ്വാശ്രയ സംഘങ്ങളിലെ 85% അംഗങ്ങളും കേരളത്തിൽ താഴ്ന്ന വരുമാനക്കാരാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പദ്ധതിയുടെ മാതൃക സർവേ അവതരിപ്പിക്കുന്നത്. കാർഷിക സുസ്ഥിരത അഥവാ അഗ്രികൾച്ചറൽ സസ്റ്റൈനബിലിറ്റിയിൽ ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് കേരളം എന്നെടുത്തു പറയുകയാണ് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. കേരളത്തെക്കുറിച്ച് ഒരു പ്രത്യേക പേജ് തന്നെ മാറ്റിവെച്ചാണ് സുസ്ഥിര വികസന ലക്ഷ്യം നേടുന്നതിനെ കുറിച്ച് എടുത്തു പറയുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പും കിളയും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതികളാണ് കേരളത്തിലെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് കേരളം തയ്യാറാക്കിയ മാർഗരേഖ രാജ്യത്തിനു തന്നെ മാതൃകയാക്കാവുന്നതുമാണ്. പഞ്ചായത്തുകളെ തത്സമയം നിരീക്ഷിക്കാനും പദ്ധതി നടത്തിപ്പ് അപ്പപ്പോൾ അറിയാനും ഇടപെടാനും കേരളത്തിൽ സംവിധാനങ്ങളുണ്ട്. തീരുമാനങ്ങൾ സമയം വൈകാതെ എടുക്കാനും ഇതുവഴി സാധിക്കുന്നുണ്ട്. നയ തീരുമാനം എടുക്കുന്നതിലും വിവിധ വകുപ്പുകളെ കൂട്ടിയിണക്കുന്നതിലും ഈ സംവിധാനം പ്രയോജനപ്പെടുന്നു. കടബാധ്യത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ കേരളവും പഞ്ചാബുമാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും രണ്ട് രീതിയിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മാത്രം. ഏറ്റവും കുറവ് ജനങ്ങളുള്ള പഞ്ചാബാണ് രാജ്യത്തിന് വേണ്ട ഗോതമ്പും അരിയും നല്ല പങ്കും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവ സർക്കാർ സംഭരിക്കുന്നുണ്ട്. സംഭരണ വിലയാണ് കർഷകന് ലഭിക്കുന്നത്. കൃഷിയായതിനാലും പൊതുവിപണിയിൽ അല്ല എന്നതിനാലും സംസ്ഥാനത്തിന് നേരിട്ട് വരുമാനം കുറവാണ്. കൃഷി വിജയകരമാക്കി നടക്കാൻ വലിയ തോതിൽ അടിസ്ഥാന സൗകര്യവും ഒരുക്കേണ്ടി വരുന്നു. അങ്ങനെയാണ് ഈ പഞ്ചാബ് കടക്കണിയിലാകുന്നത്. കേരളം ലോകം കണ്ടവരുടെ നാടാണ്. ഇവിടെ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. വ്യവസായ കാർഷിക ഉൽപാദന സാധ്യതകൾ പരിമിതമായ നമ്മുടെ സംസ്ഥാനത്ത് ഇത് സ്വാഭാവികമാണെന്നും പറയുന്നുണ്ട് ഈ കണക്കുകൾ. ഒരു സമൂഹം എന്ന നിലയിൽ നമുക്കും വേണ്ടേ അഭിമാനിക്കാനുള്ള കാര്യങ്ങൾ? സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.